ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ കൊടുവള്ളിക്ക് അടുത്ത് വെണ്ണക്കാട് തൂക്കുപാലം അതൊന്ന് കാണണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ വെണ്ണക്കല്ല് തൂക്കുപാലത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി. ഇതിന്റെ ടെക്നോളജി ബ്രിട്ടീഷ് ടെക്നോളജി ഒക്കെയാണെന്നാണ് കേൾക്കാറുള്ളത്. കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ മഴക്കാലത്ത് ഈ വെണ്ണക്കൽ പ്രദേശത്തുള്ള തൂക്കുപാലം അതിന്റെ മുകളിലൂടെ നടക്കുക എന്ന് പറഞ്ഞത് നല്ലൊരു വൈബ് തന്നെയാണ്. അതും രാവിലെ ഏർലി മോർണിംഗിൽ ഇങ്ങനെ കുത്തിയൊഴുകി പോണ പുഴ, ആരോടോ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ആരെയോ തേടി തിരഞ്ഞു നടക്കുന്ന ഈ പുഴയോരത്ത് കൂടി ഇതിനെ ക്രോസ് ചെയ്തിട്ട് ഈ പാലത്തിന്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ തരുന്നുണ്ട്. പിന്നെ ഈ വെണ്ണക്കൽ തൂക്കുപാലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അക്കരെയുള്ള ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തരുന്ന ഒരു പാലം കൂടിയാണ്. ഇതൊരു ആവശ്യത്തിനും അതേപോലെ തന്നെ ഒരു വിനോദ ഉപാധിയായിട്ടും ഒരുപാട് ജനങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. ഇപ്പോൾ അതിരാവിലെ ആയതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ കുറവ്. കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ പാലം കാണാനും പാലത്തും കൂടി നടക്കാനും ഒക്കെ വരാറുണ്ട്. നമ്മളെ ചാലിയാറിൻ്റെ ഒരു കൈവഴിയിലൂടെ ആണ് ക്രോസ് ചെയ്തിട്ടാണ് ഈ പാലം നിർമ്മിച്ചത്. നല്ല രസകരമായ ഒരു കാഴ്ചയാണ്. സൂര്യൻ കിഴക്കിങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്നുണ്ട്. സൂര്യൻ്റെ ചൂട് തട്ടുമ്പോൾ നല്ലൊരു കൊടും മഴ കഴിഞ്ഞിട്ടുള്ള ഒരു ആശ്വാസത്തിലുള്ള ഈ ചൂടിന് വളരെ ഒരു സുഖകരമായൊരു അന്തരീക്ഷമാണ്. ഇവിടുത്തെ തൊട്ട് ഈ കരയിൽ തന്നെ ഒരു നല്ലൊരു ചായപ്പീടികയാണ്. ആ ചായപ്പീടികയിൽ നിന്ന് നല്ലൊരു ചായയൊക്കെ കഴിച്ച് നല്ല സമൃദ്ധമായ നിബിഡമായ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂപ്രദേശം കൂടിയാണ് ഇവിടെ. വളരെ മനസ്സിന് ശാന്തത തരുന്ന, സമാധാനം തരുന്ന, സന്തോഷം തരുന്ന നല്ലൊരു പ്രദേശം കൂടിയാണ് ഇവിടെ. വളരെ സ്നേഹസമ്പന്നരായ ആൾക്കാരാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ ഷോപ്പുകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കേണ്ടതിനും അപ്പുറം അവർ ഇങ്ങോട്ട് ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു തന്നു. അതാണ് ഈ നാട്ടിൻപുറത്തിൻ്റെ ഒരു പ്രത്യേകത. പണ്ടാരോ പറഞ്ഞില്ലേ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറഞ്ഞത് വെറുതെ ഒന്നല്ല. അത് ശരിക്കും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് തന്നെ ഞങ്ങളടുത്ത് പെരുമാറി. വളരെ റീസണബിൾ റേറ്റിന് ചായയും ഒരു കനും കഴിച്ചു. അങ്ങനെ വളരെ അതിമനോഹരമായ നല്ലൊരു കാഴ്ച. എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത നല്ലൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കോഴിക്കോട് നിന്നും കുന്നമംഗലം വഴി കൊടുവള്ളി വഴി വയനാട്ടിലേക്ക് പോകുന്ന റൂട്ടിനാണ് ഈ വെണ്ണക്കാട് എന്ന് പറഞ്ഞ ഈ സ്ഥലം. ഇതൊക്കെ നമ്മളൊരു യാത്രക്കകത്ത് ഒരുപാട് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു റിലാക്സേഷനൊക്കെ പറ്റി ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഈ പുഴയോരത്ത് ആ പുഴയിലേക്ക് തലയും ചായച്ചിട്ട് ഒരു മരമുണ്ട്. ഈ കായ ഇതെന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതെന്താന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. മുട്ട മുട്ട എന്തോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു മരം അത് തോന്നുന്നുണ്ട് അല്ലേ? അതെന്താ അത് കായ, എന്ത് കായ സംഭവം? നല്ല രസമുണ്ട് അത് അല്ലേ? ഇത് പൊതു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായതാണ്. എന്താ പറയുക, പബ്ലിക് ഏരിയ ആണിത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, പബ്ലിക്കാണ് തോന്നുന്നു. അവിടെ ഉണ്ടായതാണ്. എന്തായാലും വളരെ രസകരമായ നല്ലൊരു അതാണ്. പുഴേൻ്റെ നല്ല രസകരമായ ഒരു കാഴ്ച മനസ്സ് ആവോളം നുകരാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഭവം തന്നെയാണ്. എത്രയായാലും എത്ര കണ്ടാലും മതി വരാത്ത നല്ല നല്ല നയന മനോഹരമായ നല്ല കാഴ്ച